ഓസ്ട്രേലിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടൻ ഹമാസിനെയും ഭീകരവാദ സംഘമായി പ്രഖ്യാപിച്ചിരുന്നു. 2003 മുതൽ തന്നെ രാജ്യത്തെ ഭീകരവാദ പട്ടികയിൽ ഹിസ്ബുള്ളയുടെ സായുധ വിഭാഗം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ എല്ലാ യൂണിറ്റിനെയും ഓസ്ട്രേലിയ ഭീകരവാദത്തിൻ്റെ പട്ടികയിൽ പെടുത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയതനുസരിച്ച് ഹിസ്ബുള്ള തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തുകയും മറ്റു തീവ്രവാദ സംഘടനകൾക്ക് സഹായം നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഓസ്ട്രേലിയ അക്രമത്തിന് എതിരായതുകൊണ്ട് തന്നെ മതപരവും ആശയപരവുമായ കാരണങ്ങൾ പറഞ്ഞ് നിഷ്കളങ്കരായ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് ഓസ്ട്രേലിയ പറയുന്നത്. ഹിസ്ബുള്ളയുടെ സംഘത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർ സഹായം നൽകുന്നതിനോടൊപ്പം കൊച്ചുകുട്ടികൾക്ക് വരെ ആയുധ പരിശീലനം നൽകി അവരിൽ മറ്റു മതസ്ഥരോടുള്ള അസഹിഷ്ണുതയും വളർത്തുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് ഇതിലുള്ളവർ ഉറച്ചു വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിസ്ബുള്ള സംഘത്തിലെ ആയുധമേന്തിയ കൊച്ചു കുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആധുനികമായ എല്ലാവിധ മേഖലകളിലും ഇവരുടെ സ്വാധീനം വളരെ വലുതാണ്. TV ചാനലുകളും ന്യൂസ് പേപ്പറുകളും അവർക്ക് സ്വന്തമായി ഉണ്ടെങ്കിലും ഇതിലൂടെയെല്ലാം പ്രധാനമായും ഇവരുടെ അധീനതയിൽ ഉള്ള ജനങ്ങളിലേക്ക് ഹിസ്ബുള്ള സംഘടനയുടെ ആശയങ്ങൾ മാത്രം പങ്കുവച്ച് ജനങ്ങളെ ഭീകരവാദത്തോടെ അവർ ചേർത്ത് നിർത്തുന്നു. തന്ത്രപരമായി ഇടപെടുകയും തക്ക സമയത്ത് വേണ്ടി വന്നാൽ തലയറുക്കുകയും ചെയ്യുന്ന ഇത്തരക്കാരെ ഇപ്പോൾ പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞ് നിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഓസ്ട്രേലിയ അവരെ നിരോധിക്കുന്നതിലൂടെ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം.